മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയായ തഹാവൂർ റാണയെ ഡൽഹിയിലെത്തിച്ചു. റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി NIA വാർത്താക്കുറിപ്പിറക്കി. പട്യാല ഹൌസിൽ കനത്ത സുരക്ഷയാണ്. കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് കോടതിയിലെത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വൈകിട്ടോടുകൂടി NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് NIA പുറത്തുവിട്ട ചിത്രമാണിത്, തഹാവൂർ റാണയുമായുള്ളത്. എന്തായാലും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. സുപ്രധാനമായ നീക്കമാണ് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പട്യാല ഹൌസിൽ കനത്ത സുരക്ഷയാണ്. കോടതി നടപടികളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് ആണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത് എന്താണ്? നടപടിക്രമങ്ങൾ ഏതുവരെയായി? തഹാവൂർ റാണയെ ഇപ്പോൾ NIA കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ കോടതി നടപടികൾ തുടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. NIA കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് കോടതിയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റാണയ്ക്ക് വേണ്ടി ഡൽഹി ലീഗൽ സർവീസ് അതോറിറ്റി ഒരു അഭിഭാഷകനെ നിശ്ചയിച്ചിട്ടുണ്ട്. പീയൂഷ് സച്ദേവ എന്ന് പറയുന്ന അഭിഭാഷകനായിരിക്കും റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്നത്. അല്പസമയം മുമ്പ് NIA ഔദ്യോഗികമായിട്ട് തന്നെ റാണയെ കൊണ്ടുവന്നതിന് ശേഷമുള്ള ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുള്ള ചിത്രമാണുള്ളത്. മുഖം കാണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ NIA ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയുള്ളൂ. ഏതായാലും NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള സുരക്ഷാ പരിശോധന, അതോടൊപ്പം തന്നെ മറ്റ് തയ്യാറെടുപ്പുകളുമൊക്കെ തന്നെ NIA ആസ്ഥാനത്തും പൂർത്തിയായിട്ടുണ്ട്. NIA ഡയറക്ടർ ജനറൽ ഇന്ന് വൈകിട്ട് തന്നെ ഇവിടെ ലോധി റോഡിലുള്ള NIA ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഒരു 12 അംഗ സംഘമായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് NIA മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് റാണയെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകും. കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും കോടതി നടപടികൾക്കനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഇപ്പോൾ പൂർത്തിയായി വന്നിട്ടുണ്ട്. റാണയുടെ ഇന്ത്യയിലെ ബന്ധങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും നടക്കുക. അദ്ദേഹം ഇവിടെ നിരവധി തവണ വന്നു പോയിട്ടുണ്ട് എന്ന് NIA ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ റാണ വന്ന് പോയ ഒരു സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രാദേശികമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തെ എന്തെങ്കിലും കേന്ദ്രങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിൽ വ്യക്തത വരുത്തേണ്ടത്. NIA എടുത്തിട്ടുള്ള കേസിൽ 9 പ്രതികളാണുള്ളത്. അതിൽ ഒന്നാം പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. രണ്ടാം പ്രതിയാണ് തഹാവൂർ റാണ. മറ്റ് 7 പേർ പാക് ISI ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും റാണയെ ലഭിക്കുന്ന വലിയ തോതിലുള്ള ഒരു അന്വേഷണ ഏജൻസികൾക്ക് ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് റാണയെ ഏജൻസികൾക്ക് ലഭിക്കുന്നത്. NIAയുടെയും റോയുടെയും സംഘമാണ് റാണയെ ഇന്ന് വൈകിട്ട് 6:30 മണിയോടുകൂടി ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം കോടതി നടപടികൾ തുടങ്ങും. അതീവ സുരക്ഷയും അതീവ രഹസ്യവുമായിട്ടാണ് റാണയുമായി ബന്ധപ്പെട്ട നടപടികൾ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. അതീവ സുരക്ഷയിലാണ് ഓരോ കാര്യങ്ങളും നീക്കുന്നത്.